ഗൈസ്, അപ്പൊ ഇനി നമ്മളുള്ളത് നമ്മുടെ സ്വന്തം നോളേജ് സിറ്റിയിലാണ്. അപ്പൊ കാണുന്ന പള്ളിയൊക്കെ ഉണ്ട്. ഇപ്പൊ നമ്മളെ കോഴിക്കോടിലാണ്, അതാണ് വയനാട്. നമ്മള് ഇപ്പൊ അടുത്ത് വയനാട് പോയി വന്ന് ഒരാഴ്ച ആയിട്ടുള്ളൂ. അപ്പത്തിന് നമ്മളും കണ്ടിട്ടുണ്ടായിരുന്നു. ഇത്രേ ഉള്ളൂ. അപ്പൊ അന്ന് നമുക്ക് നോളേജ് സിറ്റി വിസിറ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ രാത്രിയാണ് ഇവിടെ പോണത്, കാരണം ചരിത്തിൽ തിരക്കൊക്കെ ആയ കാരണം. നമ്മൾ ഇന്ന് വിസിറ്റ് ചെയ്യാൻ പോണത് നമ്മുടെ സ്വന്തം നോളേജ് സിറ്റി തന്നെയാണ്. ഗൈസ്, ഇതൊക്കെ സിറ്റിന്റെ ഒരു ഭാഗം തന്നെയുണ്ട്, ഈ സ്ഥലം മുഴുവനും. അപ്പൊ ഇവിടെ ഒരു മാരേജ് ഒക്കെ നടക്കുന്നുണ്ട് കേട്ടോ. ആരാണ് ദൂരെ മറ്റേ ഒരു തരം മറ്റേ വണ്ടിയില്ലേ, കാണാൻ കൊണ്ടുപോകണ ആ വണ്ടികളെ കണ്ടിട്ടോ. ആ അണ്ണാണ് കാണാൻ കൊണ്ടുപോകുന്ന വണ്ടിയൊക്കെ. ഇതിനൊക്കെ എത്രയാണാവട്ടോ? ഇവിടെ നോളേജ് ചെയ്യാനൊക്കെ കുറെ സ്ഥലങ്ങളുണ്ട്. അതേമാതിരി ഈ ഷെയ്ക്കും അറബികളൊക്കെ ഇങ്ങനെ താമസിക്കുന്ന ഒരു വലിയൊരു ഇതൊക്കെ ഉണ്ട്, ഫ്ലാറ്റ് ഒക്കെ ഉണ്ട്. നല്ല വൈബ് കാര്യം അതിന്റെ മേലെ വരിക. നമ്മളെ സ്വന്തം വയനാടാണ് കാണുന്നത്. നമ്മളിവിടുത്തെ ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട്, പക്ഷെ ഇവിടെ അന്ന് ഞാൻ ചെറിയ കുട്ടിയായിരുന്നു, അന്ന് അത്ര ഒന്നും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല. അത് വീഡിയോ യൂട്യൂബ് ഒന്നും ഉണ്ടാക്കിയ. അപ്പൊ ഇന്ന് നിങ്ങൾക്ക് കാണിക്കാനാണ് ഞാൻ ഇന്ന് ഇവിടെ വന്നിട്ടുള്ളത് കേട്ടോ. ഇപ്പൊ നമ്മള് നിക്കുന്നത് ഒരു മെഹറാസ് ഹോസ്പിറ്റലിന്റെ മുന്നിലാണ്. ഇവിടെ ശരിക്കും പോലെ ഒരു സിറ്റി ആണെന്നിട്ടാ, ഹോസ്പിറ്റലൊക്കെ ഉണ്ട്. നമ്മള് ഫുഡ് കഴിച്ചൊക്കെ വരികയാണെങ്കിൽ നമുക്ക് ഫുഡ് കഴിക്കാനുള്ള ഒരു ഹാളൊക്കെ ഉണ്ട്. വലിയൊരു ഹാളാണ് കേട്ടോ. സ്ത്രീകൾക്ക് വേറെ പുരുഷന്മാർക്ക് വേറെയാണ്. പിന്നെ ഇവിടെ കൊറേ വിസിറ്റ് ചെയ്യാനുണ്ട്. ഈ ഇതിന്റെ മേലെ പള്ളിയാണ് നിക്കണേ. നോക്ക്, ഇതിന്റെ അടിയിൽ മാളും. എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ നടക്കണേ. ആ പാട്ട് പാടണമായിരിക്കാം കേട്ടോ. നോക്ക്, ആ പള്ളിന്റെ മേലെയാണ് നമ്മളിപ്പോ പള്ളിന്റെ അടിയിലാണ് ഇപ്പൊ നമ്മൾ നിക്കണേ. പള്ളിയാണ് നമ്മളെ മേലെ. ഇവിടെ ഒരു ലോഡിന് സോപ്പുകൾ, കൊറേ സോപ്പുകള്. ഇത് ഹോം മെയ്ഡ് ആയിട്ടാണോ എനിക്കറിയില്ല. നല്ല രസമുള്ള മണങ്ങളൊക്കെ ആയിട്ടുള്ള സോപ്പുകളാണ്. അതുകൊണ്ട് നമ്മളൊരു 6 സോപ്പാണ്ട് പിക്ക് ചെയ്ത്. ഇവിടെ സോപ്പുകൾ മാത്രമൊന്നുമല്ല കേട്ടോ, കുറേ അധികം ജാറുകളൊക്കെ ഉണ്ട്. ഉപ്പിടാനും അങ്ങനത്തെ ഉപ്പിന്റെ ജാറുകളും, ഉപ്പിന് വേണ്ടിയിട്ട് ഇടാനുള്ള ജാറുകളും, അതേമാതിരി വലിയ വലിയ ജാറുകൾ. ഞാൻ ആദ്യമായിട്ടാണ് ഇത്ര വലിയ ജാറുകളൊക്കെ കാണുന്നത്. ഇതൊക്കെ എന്തിനാണ് ഗൈസ്? നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമന്റ് ചെയ്യുക. അത് എന്തിനാണ് എനിക്കറിയില്ല. വലിയൊരു ജാറുകളൊക്കെ ഉണ്ട്. പിന്നെ കുറേ ഇതൊക്കെ ഉണ്ട്, മയിലും അതേമാതിരി ചെടിച്ചട്ടിയും, അങ്ങനെ കുറേ ഉണ്ട്. അതിൽ നമ്മൾ ഗ്ലാസ് 2 വാങ്ങി. പിന്നെ കുറച്ച് സോപ്പും, പിന്നെ ഒരു ചെടിച്ചട്ടി നമ്മൾ വാങ്ങിയിട്ടുണ്ട്. ചെടിച്ചട്ടി ഇതാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത്. ഇതൊക്കെയാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത്. ഈ ഗ്ലാസ്സൊക്കെ എങ്ങനെയുണ്ട്? നല്ല രസമല്ലേ? എനിക്ക് ഈ ഗ്ലാസ് നല്ല ഇഷ്ടമായി. ഈ ചെടിച്ചട്ടീൻ്റെ കളറുള്ള ആ ഗ്ലാസ് ഉണ്ട്, അത് നല്ല ഇഷ്ടമായി. പിന്നെ ഇത് ഇവിടെ ഒരു ബോർഡുണ്ട് കണ്ട്, പഴയകാല മുട്ടായികൾക്കൊക്കെ വെറും 20 ഉറുപ്പ്യ. ഞാനെന്തായാലും പഴയ കാലത്തെ കുട്ടിയല്ല, അപ്പൊ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാന്ന് പറഞ്ഞു ഞാൻ എൻ്റെ അപ്പാനോട്. അപ്പൊ ഇപ്പൊ വായോ നമുക്ക് വാങ്ങാന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ ആ കടയിൽ കയറിയപ്പോ പുതിയ മുട്ടായും പഴയ മുട്ടായി ഏതാ വാങ്ങണ്ടെന്നൊരു കൺഫ്യൂഷൻ വന്നു. പിന്നെ ഞാൻ ഓരോന്നായിട്ട് ഇങ്ങനെ നോക്കി ഏതൊക്കെ മുട്ടായികളുണ്ട്. പുതിയ തരം മുട്ടായികളുണ്ട്, പഴയ തരങ്ങളുണ്ട്. അപ്പൊ ഏതൊക്കെ മുട്ടായികളുണ്ട് നോക്കി. പിന്നെ എൻ്റെ അമ്മക്ക് നൊസ്റ്റാൾജിയ അടിച്ചോണ്ട് എൻ്റെ അമ്മയും കുറേയൊക്കെ മുട്ടായി ഇങ്ങനെ നോക്കി നോക്കുകയാണ്. ഇമ്മാക്കും ഇപ്പാക്കും ഈ മുട്ടായികളൊക്കെ കണ്ടിട്ട് നെസ്റ്റ് അടിച്ചിക്കണ്. നിക്കൊന്നും അറിയില്ല. ഇമ്മിപ്പി എന്തൊക്കെ ഇങ്ങനെ സൊറ പറയുന്നുണ്ട് എന്നോട്. അതേമാതിരിക്ക് ഞാനും അങ്ങോട്ട് പറയുന്നുണ്ട്, ഇപ്പത്തെ കാലത്ത് കണ്ട ഇതേമാതിരിക്ക് ബ്രൗണിയൊക്കെ ഉണ്ട്, നിങ്ങളെ കാലത്ത് അതൊക്കെ ഉണ്ടോ? ഓല് പറയണ ഒന്നും എനിക്ക് മനസ്സിലാവണില്ല, ഞാൻ പറയണ ഒന്നും ഓൽക്കും മനസ്സിലാവണില്ല.
ഞങ്ങളിങ്ങനെ കുറച്ച് നടന്നപ്പോ ഉണ്ട് ദേഹം എടുക്കണ ഗെയിമിങ് സെന്റർ, കുറെ റേസിങ്ങും അതേമാതിരി VR നമുക്ക് മക്ക എക്സ്പ്ലോർ ചെയ്യാം. ഞാൻ ഒരു പ്രാവശ്യം കണ്ടുകൊണ്ട് എനിക്ക് നല്ല ആഗ്രഹമുണ്ട് പിന്നെയും കാണാൻ വേണ്ടിയിട്ട്. കാണാത്തവർക്കും നല്ല ആഗ്രഹം ഉണ്ടാവുമല്ലോ, അപ്പോൾ ഓൽക്കൊക്കെ ഇവിടെ വന്ന് കാണാം. പിന്നെ ഞാൻ കണ്ടോണ്ട് മാത്രമേ നല്ല ആഗ്രഹം. പക്ഷെ ഇപ്പനോട് ഞാൻ കുറേ ചോദിച്ചു, ഇപ്പം പറഞ്ഞ് ഇത് കണ്ടല്ലേ ശരിക്കും പോലെ എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഗൈസ്, പിന്നെ ഈ ഒരു സിറ്റിക്ക് മെയിൻ ആയിട്ടുള്ള പ്രത്യേകത എവിടെ ഇല്ലാത്തൊരു പ്രത്യേകത, 4 പുറത്തും മലകൾ നിറഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. എവിടെ നോക്കിയാലും ഒരു ഭംഗിയാത്തൊരു മല ഇതുവരെയായിട്ട് ഞാൻ എൻ്റെ ജീവിതത്തിലും കൂടി കണ്ടിട്ടില്ല. നല്ല കോഫിന്റെ മണം കേട്ടിട്ട് കയറിയിട്ടു, നല്ല മണമായിരുന്നു. ഇതൊക്കെ എന്താണ്? ഇത് കോക്കനട്ടിന്റെ കേക്കാണ്. ഇത് ജാം ബർലിനർ, അത് വാഫിൾസ്, അത് ബ്രൗണി, ചോക്ലേറ്റ് കുണാഫ. ചോക്ലേറ്റ് കുണാഫൊക്കെ എന്താ റേറ്റ് തന്നെ? പിന്നെ ഇതുണ്ട് സ്ത്രീകൾക്ക് നിസ്കരിക്കാനുള്ള ഹാള്, നല്ല വിശാലായിട്ടുള്ള ഹാളാണ്. കൂടി ഈ ഫാൻ കണ്ട് എന്തല്ലേ വലിയൊരു ഫാൻ. ഗൈസ്, ഇതാണ് നമ്മളെ ഏറ്റവും കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ പള്ളി എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാൻ പറ്റും. അത്രക്കും വലിയ പള്ളിയാണ് കേട്ടോ. വയനാട്ടിൽ നിന്നൊക്കെ ക്ലിയർ. ഇതൊക്കെ ഇവിടുത്തെ ഓരോ സ്ഥാപനങ്ങളാണ് കേട്ടോ. പിന്നെ ദേവാണ്ണൊക്കെയാണ് വയനാട് ചുരത്തിൽ നിന്നൊക്കെ നന്നായിട്ട് ഈ പള്ളി ഇങ്ങനെ നന്നായിട്ട് കാണാം, ക്ലിയർ ആയിട്ട്. അപ്പോൾ ഗൈസ്, ഞാൻ ഈ പള്ളീൻ്റെ ഉള്ളൊന്ന് കാണിച്ചു തരാം. എന്താ പറയാ, നല്ല വിശാലായിട്ടുള്ള പള്ളിയാണ്. ഞാൻ പറയല്ലോ, വലിയ പള്ളി. അതായത് ഞാൻ മക്കത്തുള്ള ഇത്ര വലിയ പള്ളി ഇതുവരെ ഞാൻ എവിടെയും കണ്ടിട്ടില്ല കേട്ടോ. പിന്നെ നോളജ് സിറ്റിക്ക് വരുന്ന എല്ലാവർക്കും ഒരു ശ്രദ്ധയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ സ്ത്രീകൾക്ക് പള്ളി കാണാൻ വേണ്ടിയിട്ട് കുറച്ച് സമയങ്ങളുണ്ട്. എനിക്കറിയില്ല അത്, പക്ഷേ നമ്മൾ അത് കൺഫേം ആക്കണം. ഫസ്റ്റ് തന്നെ പോയിട്ട് കൺഫേം ആക്കണതാണ് ഒന്നുകൂടി ബെറ്റർ ആയിട്ടുള്ളത്. നമ്മളൊക്കെ സൈക്കിൾ എടുത്ത സീനാവട്ടെ ഗൈസ്. എന്തല്ലേ പൂക്കളൊക്കെ. പിന്നെ ചോപ്പ് ഞാൻ കണ്ടിട്ട്, വെള്ളം ഞാൻ കണ്ടിട്ടില്ല. ടെക്നോളജിയാ. ഇത്രയൊക്കെ തന്നെയാണ് നടന്ന് കാണാറ്റുള്ളൂ കേട്ടോ. ഇവിടെ നടന്ന് കാണുക എന്ന് പറഞ്ഞാൽ വലിയൊരു പണിയാണ്. കാരണം വലിയൊരു സിറ്റി എന്ന് പറഞ്ഞാൽ സിറ്റി തന്നെ അത്ര അങ്ങനെ പറയാം. ഇനി നമുക്ക് കുറച്ചു നേരം കാറിലൊക്കെ ഒന്ന് കറങ്ങാം. കാറിൽ ഇനി കറങ്ങിയാൽ ഇനി കുറേ കറങ്ങാണ്ട്. ഒന്നുമില്ല കറങ്ങിയത്. ഇതിപ്പോൾ എന്താ പള്ളിയും അതേമാതിരി അതിൻ്റെ അടിയത്തെ ആ മാള് മാത്രമേ നമ്മൾ കറങ്ങിയിട്ടുള്ളൂ, വേറെ ഒന്നും കറങ്ങിയിട്ടില്ല. അപ്പം ഇനി നമുക്ക് കാറിൽ കറങ്ങാം, അപ്പോൾ സീനാവും. അപ്പൊ നമ്മള് വണ്ടിയിലൊക്കെ ഒന്ന് കേറിയിട്ട് നമുക്ക് ഇവിടെ ഒന്ന് കറങ്ങി വെക്കാം. ഇവിടെ എന്തൊക്കെ കാണാണ്ടെന്ന് നമുക്കറിയില്ല. ഞാൻ ചെറിയൊട്ടിയാകുമ്പോ പോയ കാരണം. പിന്നെ ഇവിടെ വില പിന്നാലെ പോകുമ്പോ നമുക്ക് എന്തൊക്കെ ഉണ്ട് എന്നൊക്കെ നന്നായിട്ട് അറിയാം. അപ്പൊ നമ്മളോട് അറിയില്ല. ഇതൊക്കെ നീറ്റ് പരീക്ഷ ഒക്കെ ഉള്ളത് നോളജ് സിറ്റി തന്നെയാണ് ഇട്ടത്. പഠിപ്പുള്ള സിറ്റി ഒക്കെ ഇതുണ്ട്. അവിടുത്തെ ഒരു ഓഡിറ്റോറിയം ആണ്. അപ്പുറത്തിറങ്ങാം. അല്ല കേറിയിട്ട് ഇവിടെ നിർത്തിയിട്ടപ്പാ എല്ലാത്തിന്റെ ഉള്ളിലേക്കൊക്കെ നമ്മളൊന്ന് കേറി ഓർമ്മണ്ടാ. ഉള്ളു കേറി കാണാൻ പറ്റും. പരിപാടി കഴിഞ്ഞ് കാര്യം കേൾക്കുന്നുണ്ടോ നടക്കില്ല.
നമ്മൾ അന്ന് എന്താ രസം കഴിച്ചു. ഇപ്പൊ ഒരു ദുബായിന്റെ ഒക്കെ ഒരു ഫീല് വരുന്നു. അപ്പൊ ഇന്നത്തെ വീഡിയോയുടെ വെച്ച് അവസാനിപ്പിക്കാനേ. അപ്പൊ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സൈനിങ് ഓഫ്, ഇറ്റ്സ് മീ റയാൻ.